ചില തടസ്സങ്ങൾ പലപ്പോഴും നേരിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. That means the barriers of effective communication. After completing a communication process, we should evaluate whether the communication was success or a failure, whether we achieved the goals, whether we met with the expected result. If we got the result, that means the communication was successful. Otherwise, some arrangements and rearrangements is essential. നമ്മൾ ആശയവിനിമയം നടത്തുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞാൽ, ഉദ്ദേശിച്ച ഫലം ലഭിച്ചാൽ ആ ആശയവിനിമയം വിജയമായിരുന്നു എന്ന് പറയാം. ഇനി അത് വിജയിച്ചില്ല എങ്കിൽ ആ ആശയവിനിമയ പ്രക്രിയയിൽ ചില മാറ്റങ്ങൾ, ചില പുനഃക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ആശയവിനിമയത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ വിളിക്കുക. ഇങ്ങനെ പലതരത്തിൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഉണ്ട്. കമ്മ്യൂണിക്കേഷനിൽ പലതരത്തിൽ സ്വാധീനിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ ബാരിയർ implies any form of hindrance in the flow of communication, any form of distortion, interruptions, which will negatively influence the communication process. നമ്മൾ നടത്തുന്ന ആശയവിനിമയത്തെ പ്രതികൂലമായി ബാധിക്കാവുന്ന എന്ത് കാര്യത്തെയും നമ്മൾ ബാരിയർ എന്നാണ് വിളിക്കുക. ബാരിയർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് പലതരത്തിലാവാം. ഈ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പലതരത്തിലാവാം. അത് ഏതെല്ലാം തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ചെറിയ വേരിയേഷൻസ്, വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്കിലും പ്രധാനമായും നമ്മൾ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഫിസിക്കൽ ബാരിയറാണ്, ഫിസിക്കൽ ബാരിയർ. മറ്റൊന്ന് സെമാന്റിക് ബാരിയർ. മറ്റൊന്ന് ജെൻഡർ ബാരിയർ അല്ലെങ്കിൽ സെക്സ്. വേറൊന്ന് ഫിസിയോളജിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ. Then technology barriers, attitude barriers, psychological barriers, cultural barriers, organizational barriers, personal barriers എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പലതരത്തിൽ ബാരിയേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. That means the barriers in communication process can be classified into different classes or types, either in the form of physical barrier or semantic or organizational or gender or physiological or psychological, technological, attitude related, cultural or even personal. അങ്ങനെ പലതരത്തിലാവാം ഈ പറയുന്ന ബാരിയേഴ്സ് ഉണ്ടാകുക. പലതരത്തിലാവാം ബാരിയേഴ്സ് ഉണ്ടാകുക. അതില് ഓരോ ബാരിയേഴ്സിനെ നമുക്ക് എടുത്ത് കാണാം. ഓരോ ബാരിയേഴ്സിനെ നമുക്ക് എടുത്ത് കാണാം. The first, let us consider the barriers related to language or linguistics barrier. Linguistics barrier. ഭാഷാ സംബന്ധിയായിട്ടുള്ള ഒരു വലിയ ബാരിയർ, ഒരു പ്രതിസന്ധി നമ്മുടെ ആശയവിനിമയ പ്രക്രിയയിൽ ഉണ്ടാവാറുണ്ട്. ഭാഷാ സംബന്ധമായിട്ട്, അല്ലേ?
എങ്ങനെയാണ് ഭാഷാ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുക? ഭാഷാ സംബന്ധമായിട്ട് എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുക? ഭാഷാ സംബന്ധമായി if the source and receiver does not have a common language, lack of common language among the source and receiver, സന്ദേശം പറയുന്നയാളും സന്ദേശം സ്വീകരിക്കുന്നയാളിനും പൊതുവായി അറിയാവുന്ന ഒരു ഭാഷ ഉണ്ടായില്ലെങ്കിൽ എന്തുണ്ടാവും? ലാക്ക് ഓഫ് കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റിക്സ് ബാരിയർ അല്ലെങ്കിൽ ലാംഗ്വേജ് ബാരിയർ, ഭാഷ ഒരു പ്രതിസന്ധിയായി മാറും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഹോട്ടലിൽ കയറുമ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഇപ്പൊ അതിനെ നമ്മൾ മലയാളത്തിൽ മാറ്റി പറഞ്ഞു അതിഥി തൊഴിലാളി. അതിഥി തൊഴിലാളിയാണ് വെള്ളം കൊണ്ടുവരുന്നത്, കുടിക്കാൻ വെള്ളം കൊണ്ടുവരും. ഇവനോട് ചൂടുവെള്ളം വേണം എന്ന് പറയാൻ നാട്ടിൻപുറത്തുകാരനായ ചായ കുടിക്കാൻ വന്ന അപ്പാപ്പന് അറിയത്തില്ല, ഇവന് ഭാഷ അറിയത്തില്ല. ഇവനറിയാവുന്നത് ബംഗാളി, ഹിന്ദി. അപ്പാപ്പന് അറിയാവുന്നത് മലയാളം മാത്രം. എന്ത് ചെയ്യും? ഹോട്ട് വാട്ടർ, ഗരം പാനി എന്ന് പറയാൻ ഇയാൾക്ക് അറിയത്തില്ല. മറ്റവൻ വെള്ളം കൊണ്ടേ കൊടുത്തിട്ട് പോകും, ഇയാളിരുന്ന് ഇങ്ങനെ ചൂടുവെള്ളം ചൂടുവെള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ലാക്ക് ഓഫ് കോമൺ ലാംഗ്വേജ്. നമ്മളൊരു സ്ഥലത്ത് സംസാരിക്കാൻ നമ്മളെ വിളിക്കുന്നു, നമ്മൾ സ്വായത്തമാക്കിയ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ അതേ ഭാഷ നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാമെങ്കിൽ മാത്രമേ സംസാരത്തിന് അർത്ഥമുള്ളൂ. അപ്പൊ ലാക്ക് ഓഫ് കോമൺ ലാംഗ്വേജ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. പൊതുവായ ഒരു ഭാഷ ഉണ്ടാവണം സോഴ്സിനും. ഒപ്പം സോഴ്സിന് മാത്രം പോരാ, സോഴ്സിനും റിസീവർക്കും പൊതുവായ ഒരു ഭാഷ ഉണ്ടാവണം. കുറച്ചുകൂടി ആധികാരികമായി പറഞ്ഞാൽ there should be a common vocal symbol system എന്ന് നമ്മൾ പറയും. പൊതുവായ ഭാഷാ സംവിധാനം ഉണ്ടാവണം, കോമൺ ലാംഗ്വേജ് ഉണ്ടാവണം. അതല്ല എങ്കിൽ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല, അവർ തിരിച്ചു പറയുന്നത് നമുക്കും ബോധ്യപ്പെടില്ല. Language barrier, first one, lot of the barrier can be classified into different categories. One among them is language barrier, and in connection with the language barrier, first we should consider the lack of common language. പൊതുവായ ഭാഷയില്ല എങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. തമിഴ് മാത്രം അറിയാവുന്നവരോട് മലയാളത്തിൽ സംസാരിച്ചിരുന്നൊരു കാര്യമുണ്ടോ? ഇല്ല. ഹിന്ദി മാത്രം അറിയാവുന്നവരോട് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ആശയവിനിമയത്തിൽ വലിയ പ്രശ്നമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞറിയിക്കാനുണ്ട്, പക്ഷെ നമ്മളെ കേൾക്കാനിരിക്കുന്നവരോട് പറയാൻ പറ്റുന്ന ഭാഷ മാത്രം നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? സംസാരം വിജയകരമാവില്ല, നമ്മുടെ ആശയവിനിമയം വിജയകരമാവില്ല, അല്ലേ? യെസ്. ദെൻ സെക്കൻഡ് വൺ, സെമാന്റിക് ബാരിയർ. സെമാന്റിക് ബാരിയർ എന്താണത്? സെമാന്റിക് ബാരിയർ എന്ന് പറയുന്നത് ലാംഗ്വേജിനോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ്. വേർഡ്സ് ആർ സെറ്റ് ടു ഹാവ് നോ മീനിങ് ബട്ട് ദേ റെപ്രസെന്റ് ആർബിട്രറി മീനിങ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ആ ഒരു വാക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം അല്ല. ഇഷ്ടംപോലെ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റും, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. ലൈറ്റ്, ലൈറ്റ് വെയിറ്റ് ആണ്, due to the lack of light. ലൈറ്റ്, ലൈറ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ ആ സന്ദർഭത്തിനനുസൃതമായി വിനിയോഗിച്ചില്ല എങ്കിൽ അതിന്റെ അർത്ഥം മാറിപ്പോകും. ഇറ്റ് ഈസ് ടു ചീപ്പ്. എവിടെ പോയി? CHEAP, ചീപ്പ് അല്ലെ? പറഞ്ഞ മലയാളത്തിൽ പോലെ വാക്കായി. ഭാഷയുടെ ഉപയോഗം നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥത്തിലായിരിക്കില്ല മറ്റൊരാൾ മനസ്സിലാക്കും, അല്ലെ? ഒരു ഫേവറബിൾ ആസ് വെൽ ആസ് അൺഫേവറബിൾ സിറ്റുവേഷൻസ് ഓർ കണ്ടീഷൻസ് മേ ക്രിയേറ്റ് by make use of that particular words.
എന്നാ വില? ഓ ചീപ്പ് റേറ്റ് ഇല്ല, വാ. ചീപ്പ് കുഴപ്പമില്ല, വില കുറവാണെന്നാ ചൂണ്ടിക്കാണിച്ച്. പെരുമാറ്റം എങ്ങനെയുണ്ട്? ഓ ടു ചീപ്പ്. ഒരേ വാക്ക് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? യെസ്. മലയാളത്തിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ. ക്യാമ്പസിനോട് ചേർന്നിട്ട് നമ്മൾ ക്യാമ്പസ് മാക്ഷ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെയുണ്ട്. അപ്പൊ തൊട്ടടുത്ത കാലത്തല്ല, ഒരു കഴിഞ്ഞ വർഷങ്ങളില് ഒരു പതിറ്റാണ്ടിന്റെ സംഭാവന എന്ന് പറയാവുന്നൊരു വാക്കാണ് തേപ്പ്, അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് തേപ്പ് എന്ന് പറഞ്ഞാൽ അയൺ ചെയ്യുക എന്നുള്ള തേപ്പാണ്, അല്ലെ ഭിത്തിയൊക്കെ തേക്കുക, പ്ലാസ്റ്റർ ചെയ്യുക എന്നുള്ള തേപ്പാണ്. പക്ഷെ ക്യാമ്പസിന്റെ തേപ്പ് ഏതാ? യെസ്, അഫയറിൽ ഒരുത്തൻ നിന്നിട്ട് പോകുന്നുണ്ട്, തേച്ചിട്ട് പോയി. ഭാഷയുടെ പ്രത്യേകതയാണ്. അവൻ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേപ്പുകാരൻ വന്ന് ഇസ്തിരി ഇട്ടിട്ട് പോയെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കേട്ടവരെ മനസ്സിലായത് ആ തേപ്പല്ല. അപ്പം ഒരേ വാക്ക് തന്നെ, സെമാന്റിക് ബാരിയർ എന്ന് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി നമ്മൾ കൊളോക്കിയലായിട്ടുള്ള സാധാരണ ഉപയോഗിക്കുന്ന ഭാഷകളിലേക്ക് വന്നത്. വല്ലപ്പോഴും ക്ലാസ്സിൽ വരുന്ന ആളെ വിളിക്കുന്നതാണ് മാവേലി, ഇല്ലേ? റിലേഷൻഷിപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹൈ വോൾട്ടേജ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻസ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ടു വേ. ഇത് യഥാർത്ഥത്തിലുള്ള ലിറ്റററി മീനിങ്ങിൽ എവിടെ പോയാലും എവിടെ കിട്ടും? കമ്മ്യൂണിക്കേഷൻ ഇസ് എ ടു വേ പ്രോസസ്, അല്ലേ? യെസ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൈക്കിൾ പ്രോസസ്. അപ്പോ ഇത്തരം വാക്കുകളുടെ പ്രയോഗങ്ങൾ, that means a word which may affect or influence the communication process either favorably or unfavorably, രണ്ട് തരത്തിലും അതിനെ സ്വാധീനിക്കാം. ആ വാക്കിനോട് ചേർത്തിട്ടുള്ള ചില പ്രായോഗികത ഇപ്പൊ നമുക്കറിയാം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒപ്പം വിദേശങ്ങളിൽ പഠിച്ച ആളുകളടക്കം എന്നെ കേൾക്കുന്നുണ്ട്. അവിടെ പറയുന്ന ചില വാക്കുകൾ വേറെ സ്ഥലത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാല് മോശം വാക്കായി മാറും. അവിടെ പറയുന്ന നല്ല വാക്കുകൾ വേറെ സ്ഥലത്ത് പറയുമ്പോഴാണ് മോശമാകുക. ഇവിടെ വളരെ ഭംഗിയായി ഉപയോഗിക്കുന്ന ചില വാക്കുകൾ വേറെ സ്ഥലത്ത് പോയി പറഞ്ഞാൽ മോശം വാക്കുകൾ. ഭാഷാ പ്രയോഗങ്ങളിൽ വ്യത്യാസമുണ്ട്. സാഹചര്യങ്ങൾക്ക് അനുസൃതമായി വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻസ് വാക്കുകളോട് ചേർത്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ റിസീവർ നെഗറ്റീവ് സ്ട്രാറ്റജിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ബാരിയർ ഉണ്ടാവാം. നമ്മൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല, നമ്മൾ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്, ആ വാക്ക് ഉപയോഗിച്ചു. പക്ഷേ റിസീവർക്ക് മനസ്സിലായത് നെഗറ്റീവ് കണക്ഷനാണ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആവും ഉണ്ടാവും, ഇല്ലേ? അങ്ങനെ പല ഇഷ്ടംപോലെ വാക്കുകൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഒന്നാമത്തത് ലാക്ക് ഓഫ് കോമൺ ലാംഗ്വേജ്, then second സെമാന്റിക് ബാരിയർ, രണ്ടെണ്ണം. then പ്യുവർ വൊക്കാബുലറി, പദസമ്പത്ത് ഉണ്ടാവാതിരിക്കുക. കാര്യമെല്ലാം അറിയാം, പക്ഷെ പറയാനായിട്ട് നമുക്ക് വാക്കുകളില്ല. കൃത്യമായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം, അല്ലേ? പ്യുവർ വൊക്കാബുലറി മേക്സ് അവർ മെസ്സേജ് മോർ ഡിഫിക്കൽട്ട് ആൻഡ് ലെസ് എഫക്റ്റീവ്. ഒരൊറ്റ വാക്ക് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റും. പക്ഷെ ആ വാക്ക് നമ്മുടെ അടുത്തില്ല. നമ്മളിങ്ങനെ ചുറ്റിപ്പിടിച്ച് ഭയങ്കര പരുവക്കേടായിട്ട് കാര്യങ്ങൾ പറയണം. ചില ആളുകളോട്, ഇച്ചിരി പ്രായമായ ആളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിലും എന്ന് കരുതി നമ്മൾ ആ ഇംഗ്ലീഷ് വാക്കിന് പകരം മലയാളത്തിൽ വിശദീകരിച്ച് വരുമ്പോൾ ഒരു പക്ഷെ അവർ ആ ഇംഗ്ലീഷ് വാക്ക് ഇങ്ങോട്ട് പറയും. അപ്പൊ നമുക്ക് മനസ്സിലാവും, എന്തെന്ന് മനസ്സിലാവും? ഇവരോട് ഇത് പറഞ്ഞാൽ മതിയായിരുന്നു കാര്യം. അങ്ങനെ ഉണ്ടാവാറുണ്ട്, ഇല്ലേ? സാധാരണ. അപ്പോ പ്യുവർ വൊക്കാബുലറി, അതായത് പദസമ്പത്തിന്റെ കുറവ് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. ചില ഫ്രേസുകൾ ഉപയോഗിച്ച അടിപൊളി, അതിന് പകരം വേറെ ഒന്നും പറയാനില്ല, അല്ലേ? ലിറ്റററി മീനിങ് പോയി കഴിഞ്ഞാൽ പോയി, ഫൗണ്ടേഷൻ പോയെന്ന് പറഞ്ഞാൽ നശിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഭയങ്കര ഗ്രേറ്റ് ഇവന്റ് ആയിരുന്നു, വണ്ടർഫുൾ ഇവന്റ് ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ ആ ഒരു വാക്കിന് പകരം വേറെ പറയാനുണ്ട്, സൂപ്പർ.
പൊളിച്ചു അല്ലേ? ആ, തകർത്തെന്നല്ല അതിന്റെ അർത്ഥം. ആ വാക്കിന് പകരം വേറൊരു വാക്ക് പറയാനില്ല. പറഞ്ഞാല് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അതിന്റെ ഒരു അർത്ഥം ഒരുപക്ഷെ പിടികിട്ടുകയില്ല. നമ്മൾ അതിന്റെ ഉദ്ദേശിക്കുന്ന സീരിയസ്നെസ് കൺവേ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാതെ. വേറെ വാക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആ ഒരു വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഭാഷയുടെ ഒരു പരിമിതിയാണ് പൂർ വൊക്കാബുലറി, which are the basic linguistic barriers of communication process. എന്ന് ചോദിച്ചാൽ പറയാനുള്ളതാണ് lack of common language, then semantic barrier, then pure vocabulary. ചില വാക്കുകള് ആക്ഷൻസും ഇമോഷൻസും ഒക്കെ ഭയങ്കരമായും റെപ്രസെന്റ് ചെയ്യാനായിട്ട് മാറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഹെലൻ ദ പാരഗൺ ഓഫ് ബ്യൂട്ടി, ഒതല്ലോ. വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. യെസ്. അപ്പൊ നമ്മൾ അത് അവതരിപ്പിക്കുന്നതിന് അതിനപ്പുറത്തേക്ക് തന്നെ വലിയ ഭാവാത്മകതകൾ ഒക്കെ വരുന്നുണ്ട്. പുളി, വായ്ക്കുള്ളില് വെള്ളം ഉണ്ടാവും എന്ന് പറയും അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ പൂർ വൊക്കാബുലറി കമ്മ്യൂണിക്കേറ്ററെ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കൂല. മെസ്സേജ് ക്ലിയർ ആയിട്ട് കൊടുക്കാൻ പറ്റൂല, പറഞ്ഞൊപ്പിച്ച് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂല, കാര്യങ്ങൾ ബോധ്യപ്പെടൂല, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്തത് പുവർ ഗ്രാമർ ആൻഡ് പഞ്ച്വേഷൻ. ഭാഷ അറിയണം, നമ്മൾ ഭാഷ മനസ്സിലാക്കണം, വ്യാകരണം മനസ്സിലാക്കണം. ഗ്രാമർ, നോളജ് അബൌട്ട് ദി ഗ്രാമർ ആൻഡ് പഞ്ച്വേഷൻ ഈസ് ഓർ ആൾസോ എസെൻഷ്യൽ അല്ലേ? വ്യാകരണം അറിയാതെ നമ്മൾ പറഞ്ഞാലുള്ള കുഴപ്പം ഇന്നുണ്ടായ കാര്യം ഇന്നലെ നടന്നു എന്നായി പോകും, പറഞ്ഞൊപ്പിച്ചു വെക്കുക. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പ്രധാനപ്പെട്ട കാര്യമാണ്. ടെൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഗ്രാമറിനെ കുറിച്ചും പഞ്ച്വേഷനെ കുറിച്ചും നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ വലിയ ബുദ്ധിമുട്ടായി മാറും. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല. ഈവൻ ദോ വി ആർ ഹാവിംഗ് എ ഗുഡ് vocabulary with us, actually the communication process becomes useless. ആശയവിനിമയ പ്രക്രിയ തന്നെ ഉദ്ദേശിച്ച രീതിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. നമുക്ക് ഹൗ ടു മേക്ക് എ സെന്റൻസ്, എങ്ങനെയാണ് ഒരു വാചകം ഒപ്പിച്ചെടുക്കുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഒക്കെ അതിൻ്റെതായ തരത്തിലുള്ള ഗ്രാമർ സ്കിൽസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രാമർ മാത്രം ഉണ്ടാക്കിയെടുത്താൽ പോരാ, പഞ്ച്വേഷൻസ് ഇല്ലേ? കുത്ത്, കോമ, എക്സ്ക്ലമേഷൻ, ആശ്ചര്യചിഹ്നം, കോളൻ. കോളന്റെ മലയാളമാക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഭിത്തിക എന്നാണ് പറയുന്നത്. അതോർത്തിരിക്കേണ്ട, ബുദ്ധിമുട്ടായിരിക്കും. കോളൻ നിങ്ങൾ പഠിച്ചിട്ട് പോയി. അപ്പോ പഞ്ച്വേഷൻ മാർക്കുകൾ ഉപയോഗിക്കണം. നമ്മൾ ഉദാഹരണമൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലേ? അവനെ വെറുതെ വിടുക, കൊല്ലരുത്. സെൻഡ് ഹിം ഫ്രീ, നോട്ട് കിൽ ഹിം. നോട്ട് കഴിഞ്ഞിട്ടാണ് കോമ ഇടുന്നത്. സെൻഡ് ഹിം നോട്ട്, സെൻഡ് ഹിം ഫ്രീ, നോട്ട് കിൽ ഹിം. അർത്ഥം മാറിപ്പോയി അല്ലേ? യെസ്. അപ്പോ പഞ്ച്വേഷൻ മാർക്കുകൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അതിന്റെ അർത്ഥം കംപ്ലീറ്റ്. Then if you put one more dot, one more full stop, that indicates continuation. അല്ലേ? ഒരു കുത്തിട്ടാൽ വിരാമം, തീർന്നു. രണ്ട് കുത്തിട്ടാൽ തുടർച്ച, അർത്ഥം മാറിപ്പോകും. അത് നമ്മൾ ഓർക്കണം. കോമ മിസ്പ്ലേസ് ചെയ്യാൻ പാടില്ല, സെമി കോളൻ മിസ്പ്ലേസ് ചെയ്യാൻ പാടില്ല, ആബ്സെൻസ് ഉണ്ടാവാൻ പാടില്ല. കോമയുടെ ആബ്സെൻസ് ഉണ്ടായാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം. പഞ്ച്വേഷൻ മാർക്സ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. Then roundabout verbiage. വെർബ് നമ്മൾ ഉപയോഗിക്കും അല്ലെ? വാക്കുകൾ നമ്മൾ, വേർഡ്സ് നമ്മൾ ഉപയോഗിക്കും. എങ്ങനെ ഉപയോഗിക്കുക? If you want to convey the information in the proper way, there we should use definitely the simple sentence, simple structure and common language. പൊതുവായ ഭാഷ, ലളിതമായ വാചകങ്ങൾ, ലളിതമായ രീതിക്ക് അവതരിപ്പിക്കും. ചില ആളുകൾ അങ്ങനല്ല. എങ്ങനെയായിരിക്കും?
റൗണ്ട് ഔട്ട് വെർബേജ് എന്ന് പറയുന്നത് നമ്മളെ ചുറ്റി മൂക്കെ പിടിക്കുക എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, ബാരിയേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളിത് പറയും, റൗണ്ട് ഔട്ട് വെർബേജ് എന്നുള്ള കാര്യം നമ്മൾ പറയും എന്ന് പറയും. അതായത് ഇങ്ങനെ മൂക്കെ പിടിക്കുന്നതിന് പകരം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മൾ കൊണ്ടുവരും. ചില ആളുകളോട് സംസാരിച്ചാൽ അങ്ങനെയാണ്, അത് പാടില്ല അല്ലേ. ഇൻ ദ മെജോറിറ്റി ഓഫ് കേസസ് എന്നൊരു പ്രയോഗം, ഇൻ എ നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് നമ്മളൊക്കെ സാധാരണ പറയുന്നതാണ് അല്ലേ. ഇൻ ദ മെജോറിറ്റി ഓഫ് കേസസ് എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? സം എന്ന് പറഞ്ഞാൽ ചുരുക്കം, കുറച്ച് അല്ലേ എന്ന് പറഞ്ഞാൽ യൂഷ്വലി എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി അല്ലേ. യെസ്. അപ്പൊ കമന്റ്സ് എന്ന് പറയുന്നതിന് പകരം വളരെ സാധാരണമായ സ്റ്റാർട്ട് ഓർ ബിഗിൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി റീസൺ ദാറ്റ്, ചില ആളുകൾ പറയാറുണ്ട്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി റീസൺ ദാറ്റ്, സിൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതുകൊണ്ട് എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ റൗണ്ട് അബൌട്ട് വെർബേജ്, ചുറ്റി വളഞ്ഞ് ആശയക്കുഴപ്പമുണ്ടാക്കും. ഇത്രയുമാണ് 5 കാര്യങ്ങളാണ് ലിംഗ്വിസ്റ്റിക്സ് ബാരിയേഴ്സ് എന്നതുകൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ ക്ലാസിഫൈ നിർത്തിയിരിക്കുക. ഭാഷാപരമായ ആശയവിനിമയത്തിലെ ബാരിയേഴ്സ്. ലിംഗ്വിസ്റ്റിക്സ് ബാരിയേഴ്സ് or language barriers in communication means, first one, lack of common language. പൊതുവായ ഭാഷ കമ്മ്യൂണിക്കേറ്റർക്കും റിസീവർക്കും ഇല്ലാതെ വരിക. ആശയവിനിമയം നടത്താൻ പറ്റില്ല, വിശദീകരണത്തിന് ആവശ്യമില്ല അല്ലേ. യെസ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന മലയാളം അറിയാത്ത ഒരാൾക്ക് തമിഴ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതുകൊണ്ട് ഉപകാരമില്ല. It is difficult to understand a message which someone got in a language other than the language which is familiar to them. ഈ പറഞ്ഞത് മലയാളം മാത്രം അറിയാവുന്നവർ മനസ്സിലാവില്ല അല്ലേ. യെസ്. പൊതുവായൊരു ഭാഷ വേണം. രണ്ടാമത് സെമാന്റിക് ബാരിയർ. സന്ദർഭത്തിന് അനുസരിച്ചിട്ട് ചില പദപ്രയോഗങ്ങളിൽ വരാവുന്ന മാറ്റങ്ങൾ, അത് ശ്രദ്ധിക്കണം. മറ്റൊന്ന് പൂർ വൊക്കാബുലറി, പദസമ്പത്ത്, കൃത്യമായ വാക്കുകളെ നമുക്ക് അറിഞ്ഞിരിക്കണം. then പൂർ ഗ്രാമർ ആൻഡ് പഞ്ച്വേഷൻ, then റൗണ്ട് ഔട്ട് വെർബേജ്. അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് ലാംഗ്വേജ് ബാരിയേഴ്സ് ഓർ ലിംഗ്വിസ്റ്റിക്സ് ബാരിയേഴ്സ് എന്നതുകൊണ്ട് ആശയവിനിമയത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് തീർന്നില്ല, ഫിസിക്കൽ ബാരിയേഴ്സിലേക്ക് നമ്മൾ പ്രവേശിക്കും. അത് അടുത്ത സെഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റും. ഫിസിക്കൽ ബാരിയേഴ്സ്, ഭൗതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് തരത്തില് കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കുന്നതാണ്. നോയിസ് ഈസ് എ ഫിസിക്കൽ ബാരിയർ. നോയിസ് എന്താന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Noise is a physical barrier. Time is a physical barrier. Distance is a physical barrier. Then age is a physical barrier. Then sex is a physical barrier. അങ്ങനെ ഫിസിക്കൽ ബാരിയറിന്റെ മറ്റൊരു നിരയുണ്ട്. സോഷ്യൽ ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇതാണ് പ്രധാനമായിട്ടും ലിംഗ്വിസ്റ്റിക്സ് ബാരിയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.